എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൌസിൽ നടന്ന ഉപരോധ സമരം അവസാനിച്ചു. സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ മാർ ജോസഫ് പാംപ്ലാനി അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിച്ചത്. അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത്, എന്തൊക്കെ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്? ഏതിനൊക്കെയാണ് അംഗീകാരം നൽകിയത്? പ്രധാനമായും ഇത്തരത്തിൽ മാർ ജോസഫ് പാംപ്ലാനി രാജിവെക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നമുക്കറിയാം, ഈ പ്രത്യേക സാഹചര്യത്തിൽ കഴിയാത്ത പക്ഷത്തിൽ മറ്റ് ആവശ്യങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് അത് എഴുതി ഉറപ്പു നൽകിയതോടുകൂടിയാണ് ഈ പ്രതിഷേധ സമരം അവസാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും തീരുമാനമെടുത്തിരിക്കുന്നത് അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ നിലവിലെ കൂലിയെ പിടിച്ചുവിടാൻ പാടില്ല. അതോടൊപ്പം സസ്പെൻഷനിലുള്ള ബസിലിക്ക, പാലാരിവട്ടം, മാതാനഗർ, തൃപ്പൂണിത്തറ പള്ളികളിലെ മുൻ വികാരിമാരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുക. അതുപോലെ തന്നെ അതിരൂപതയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സിനഡ് അംഗങ്ങളുടെ അനുമതി വാങ്ങണം എന്നിവയുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് അത് എഴുതി ഒപ്പിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമരം അവസാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഉച്ചയോടുകൂടി ആരംഭിച്ച സമരം പല ഘട്ടങ്ങളിലും വലിയ തരത്തിലുള്ള വാക്കുതർക്കങ്ങളിലേക്കെല്ലാം പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് അടക്കം ഇടപെട്ട് ഈ പ്രതിഷേധക്കാരെ ഇത്തരത്തിൽ പ്രതിഷേധത്തിന് പിൻവലിപ്പിക്കാൻ അടക്കമുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അതൊന്നും ഫലിക്കാതെ തന്നെ നൂറിന് മുകളിലുള്ള പ്രവർത്തകർ ഇത്തരത്തിൽ സമരക്കാർ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. വരും ദിവസത്തിൽ ഈ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ശക്തമായ പ്രതിഷേധം തുടരുമെന്നുള്ളത് തന്നെയാണ് ഈ സമരക്കാർ പറയുന്നത്. അതായത് ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിന് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ മാർ ജോസഫ് പാംപ്ലാനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള വിമർശനമാണ് ഇത്തരത്തിൽ പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നത്തെ സമരം സംഘടിപ്പിച്ചത്. ഏതാണെങ്കിലും ഈ തീരുമാനങ്ങൾ എഴുതിയിട്ട് ഒപ്പിട്ട് നൽകിയതോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ശരി, അജിത് ബാബു ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.